രുദ്രദേവ്. രചന ഭദ്രാലക്ഷ്മി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. വാട്ട്? രുദ്രന്റെ അലർച്ചയിൽ മിത്രയൊന്ന് ഞെട്ടിപ്പോയി. എങ്കിലും അല്പം ഭയമുണ്ടെങ്കിലും അവൾ അവന്റെ മുഖത്ത് നോക്കി വിറവുകൊണ്ട ശബ്ദത്തോടെ പറഞ്ഞു, ഞാനിവിടെ കിടക്കില്ല, എനിക്ക് പേടിയാവുന്നു. അവിടെ ആ ജനവാതിലിൻ്റെ അപ്പുറത്ത് എല്ലാം എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. എനിക്ക് പേടിയാ. ഞാനിവിടെ തറയിലൊരു തുണി വിരിച്ചിട്ട് കിടന്നോളാം, പ്ലീസ്. കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് കുഞ്ഞു കുട്ടികളെ പോലെ അവൾ അപേക്ഷാസ്വരത്തിൽ ചോദിച്ചത് അവന് എന്തുകൊണ്ടും അവളോട് നോ എന്ന് പറയാൻ തോന്നിയില്ല. എന്തെങ്കിലും ചെയ്ത് തുറക്കുക. അല്പ ഈർഷ്യയോട് അത്രയും പറഞ്ഞു രുദ്രൻ വീണ്ടും കട്ടിലേക്ക് ഇരുന്നുകൊണ്ട് പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ വാതിലിൻ്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. രുദ്രൻ നോക്കുമ്പോൾ മിത്ര വലിയൊരു പുതപ്പും എടുത്തുകൊണ്ട് വന്ന് നിലത്ത് വിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മിത്ര, നിലത്ത് കിടക്കേണ്ട, ഇത് കിങ് സൈസ് വേണ്ട, ആ മൂലയിലേക്ക് കയറി കിടന്നോ. രുദ്രൻ വളരെ സൗമ്യതയിൽ മിത്രയോട് അങ്ങനെ പറഞ്ഞത് മിത്ര ആദ്യമായി രുദ്രനെ കാണുന്ന പോലെ നോക്കി. എന്താടി ഉണ്ടകണ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കിടക്കടി അവിടെ. അവന്റെ അടുത്ത അലർച്ചയിൽ പെണ്ണ് ഞെട്ടിക്കൊണ്ട് ഓടി ആ ബെഡിലേക്ക് ചാടി കയറിക്കൊണ്ട് നേരെ ഒരു മൂലയിലായി പുതപ്പ് വെച്ച് ചുരുണ്ടുകൂടി കിടന്നു. ആ പിന്നെ താഴെ തറയിൽ കിടന്നാലേ നാളത്തേക്ക് നിന്നെ അവൻ അഗ്നികുളത്തിനടുത്ത് കൊണ്ടുപോയി നിർത്തേണ്ടി വരും. കാരണം നീ മരവിച്ച ഐസായി പോവും. അതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ പരിഗണന, മനസ്സിലായല്ലോ? മിത്ര തന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും താൻ പറയുന്നവൾ കേൾക്കുന്നുണ്ടെന്ന് രുദ്രന് മനസ്സിലായി. പിന്തിരിഞ്ഞു നോക്കാതെ മിത്ര അതിനൊന്ന് മൂളിക്കൊണ്ട് വേഗം കണ്ണുകളടച്ച് കിടന്നു. നല്ല യാത്രാക്ഷീണമുള്ളതുകൊണ്ട് തന്നെ അവൾ വൈകാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മിത്ര അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ രുദ്രന് ശരിക്കും ഉറങ്ങാൻ സാധിക്കുന്നില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് തൻ്റെ കട്ടിൽ കിടക്കുന്നത്. അവൻ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ മിത്ര ചുമരിനോട് മുഖം ചേർത്തു ആ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുന്നതാണ് അവൻ കാണുന്നത്. മിത്രയെ നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് രുദ്രനും മറുസൈഡിലേക്ക് തിരിഞ്ഞു കിടന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാത്രിയിൽ ആരുടെയോ മുക്കലും മുകളിലും കേട്ടാണ് രുദ്രൻ ഉറക്കത്തിൽ നിന്ന് പതിയെ ഞെട്ടിക്കൊണ്ട് പിന്തിരിഞ്ഞ് നോക്കിയത്. നോക്കുമ്പോൾ മിത്രയിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത് മനസ്സിലായതും അവൻ ബെഡ് ലാമ്പൊന്ന് ഓണാക്കി നോക്കി. രുദ്രൻ നോക്കുമ്പോൾ മിത്ര കിടന്ന് വിറക്കുന്നതാണ് അവൻ കാണുന്നത്. ബ്ലാങ്കറ്റ് തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവൾ കിടക്കുന്നത്. പക്ഷെ അപ്പോഴും അവൾ നന്നായി വിറക്കുന്നുണ്ടായിരുന്നു. രുദ്രൻ തൻ്റെ ശരീരത്തിൽ നിന്നും ബ്ലാങ്കറ്റ് എടുത്തു മാറ്റി മിത്രയുടെ അടുക്കിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് അവളെ തട്ടി ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എടോ മിത്ര, കണ്ണൂർക്കാനല്ലേ പറഞ്ഞേ? അവളുടെ കവിളിലായി കൈകൾ വെച്ച് രുദ്രൻ തരിച്ചുപോയി. കാരണം മിത്രയുടെ ശരീരമെല്ലാം വല്ലാതെ തണുപ്പടിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയയുമില്ലായിരുന്നു അവന്. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പുതപ്പും കൂടി എടുത്ത് അവൻ അവളെ പുതപ്പിച്ചു കൊടുത്തു. എന്നിട്ടും ആ പാവം പെണ്ണിൻ്റെ വിറയൽ മാറുന്നില്ലായിരുന്നു. സ്വയം നെറ്റിയിലടിച്ചുകൊണ്ട് രുദ്രൻ അല്പസമയം മിത്രയെ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. പിന്നീട് എന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ പതിയെ അവളുടെ അടുക്കിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് അവളുടെ ദേഹത്ത് നിന്ന് ബ്ലാങ്കറ്റെല്ലാം എടുത്തു മാറ്റി രുദ്രൻ. ബ്ലാങ്കറ്റ് ശരീരത്തിൽ നിന്ന് പോയതും മിത്ര കൂടുതൽ വിറക്കാൻ തുടങ്ങി. അതിനു മുന്നേ തന്നെ രുദ്രൻ അവളെ എടുത്ത് തൻ്റെ നെഞ്ചിലേക്കായി ചേർത്ത് കിടത്തിയിരുന്നു. കൂടാതെ ആ 2 ബ്ലാങ്കറ്റും എടുത്ത് ഇരുവരെയും നന്നായി മൂടി. രുദ്രന്റെ ശരീര ഊഷ്മാവ് മിത്രയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചതും മിത്ര ഒന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. ഒപ്പം അവളുടെ മുഖം അവൻ്റെ കഴുത്തിടുക്കിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്തു. അവളുടെ കാലുകൾ അവൻ്റെ കാൽപാദത്തിൻ്റെ അടിയിലേക്ക് ചേർത്ത് വെച്ചത് രുദ്രൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. മിത്രയുടെ മുഖം ഇപ്പോൾ രുദ്രൻ്റെ കഴുത്തിടുക്കിലാണ്. അവിടെ മിത്രയുടെ നാസികയിൽ നിന്ന് വരുന്ന ചുടുനിശ്വാസം വന്നേൽക്കുമ്പോൾ രുദ്രൻ്റെ രക്തത്തെ ചൂട് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് എത്രയൊക്കെ ശ്രമിച്ചിട്ടും രുദ്രൻ്റെ കൈകൾ അവൻ പോലും അറിയാതെ അവളുടെ ഇടുപ്പിനെ വരിഞ്ഞു മുറുക്കി. കണ്ണുകളടച്ച് കിടക്കുമ്പോൾ രുദ്രൻ്റെ ശരീരം മറ്റെന്തിനൊക്കെയോ കൊതിക്കുന്ന പോലെ രുദ്രനെ തോന്നുന്നുണ്ടായിരുന്നു. മിത്രയിൽ നിന്നും വമിക്കുന്ന ആ ചെമ്പകപ്പൂവിൻ്റെ മണം അവൻ്റെ നാസികയിലേക്ക് തുളച്ച് കയറിയതും കണ്ണുകളടച്ച് തന്നെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് രുദ്രൻ കിടന്നു. എപ്പോഴോ മിത്രയുടെ വിറയിൽ നിൽക്കുന്നതും അവൾ തൻ്റെ ദേഹത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് ഇറുകെ പുണർന്നുകൊണ്ട് കിടക്കുന്നതും ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് രുദ്രൻ അറിയുന്നുണ്ടായിരുന്നു. അപ്പോഴും ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി താൻ ചെയ്തൊരു പ്രവൃത്തിയായിട്ടാണ് രുദ്രൻ ഈ കാര്യത്തെ കണ്ടത്. അല്ലെങ്കിൽ അങ്ങനെയാണ് അവൻ അവൻ്റെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ എത്രയോ നാളുകൾക്ക് ശേഷം മിത്ര ഏതോ ഒരു സുരക്ഷിതമായ വലയത്തിൽ കിടന്നുറങ്ങുന്ന പോലെ ഗാഠമായ നിദ്രയിലേക്ക് വഴുതി വീണു. രാവിലെ ആദ്യം രുദ്രനാണ് ഉണർന്നത്. കണ്ണു തുറക്കുമ്പോൾ അവനിപ്പോൾ ചെരിഞ്ഞാണ് കിടക്കുന്നത്. നേരെ മുമ്പിലേക്ക് നോക്കിയതും കണ്ടു മറുവശത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് ബെഡിൽ കിടക്കുന്ന മിത്രയെ.
താൻ ചെരിഞ്ഞു കിടന്നപ്പോൾ അറിയാതെ തന്നെ അവൾ തന്റെ ദേഹത്തു നിന്ന് ഊർന്ന് ബെഡിലേക്ക് വീണിട്ടുണ്ടാവാമെന്ന നിഗമനത്തിലെത്തി രുദ്രൻ തന്റെ ബോഡിയെല്ലാം സ്ട്രെച്ച് ചെയ്ത് എഴുന്നേറ്റുന്നുണ്ട് മിത്രയും നോക്കി. ഇപ്പോഴും നല്ല ഉറക്കമാണ് പെണ്ണ്. ഭാഗ്യം, ഇന്നലത്തെ രാത്രിയത്തെ പൊസിഷനിലാണ് കിടക്കുന്നെങ്കിൽ ആകെ നാണം കെട്ടേ നീ. അത്രയും സ്വയം മനസ്സിൽ പറഞ്ഞ് അവൻ തന്റെ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മാതാ മിഷൻ ഹോസ്പിറ്റൽ. എടാ വർക്കി, നീ എന്നാത്തിനാടാ ഈ രാവിലെ തന്നെ എന്നോട് ഈ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞ്? സെബാസ്റ്റ്യൻ മാതാ മിഷൻ ഹോസ്പിറ്റലിന് മുമ്പിലായി നിൽക്കുന്ന വർക്കിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ ഞാൻ പറയാം, ഈച്ചാൻ വേഗത്തോട്ട് വാ. പതിവിൽ നിന്ന് വ്യത്യസ്തമായി വർക്കി അല്പം ഗൗരവത്തോടെ സെബാസ്റ്റ്യനോട് പറഞ്ഞു നേരെ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. വർക്കിയുടെ മുഖത്ത് ഗൗരവം നോക്കിക്കൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ അവൻ്റെ കൂടെ അകത്തേക്ക് കയറിയതു. നേരെ അവർ പോയത് ജനറൽ വാർഡിലേക്കായിരുന്നു. എന്താണ് കാര്യമെന്ന് സെബാസ്റ്റ്യന് മനസ്സിലായില്ലെങ്കിലും വർക്കി നോക്കിയ ഭാഗത്തേക്ക് സെബാസ്റ്റ്യൻ നോക്കിയപ്പോൾ അവിടെ കിടക്കുന്നവന്മാരെ കണ്ട് സെബാസ്റ്റ്യൻ ഞെട്ടിപ്പോയി. ഡൊമിനിക്ക് നീ? സെബാസ്റ്റ്യന്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ഡൊമിനിക്കിന്റെ അവസ്ഥ കണ്ട്. ദേഹമാസകലം തുണി കൊണ്ട് വലിഞ്ഞു മുറുക്കി കെട്ടിയിട്ടുണ്ട്. കാലുകൾ രണ്ട് കയറിട്ട് ഉയർത്തി കെട്ടിയിട്ടുണ്ട്. തലയിലും കൊണ്ട് വലിയൊരു കെട്ട്. അല്ല ഡൊമിനിക്ക്, ഇതെന്നാ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയത്? കൂടെ അടുത്തടുത്തായി ബെഡിൽ കിടക്കുന്ന എല്ലാ ഗുണ്ടുകളെയും നോക്കിക്കൊണ്ട് സെബാസ്റ്റ്യൻ താടിക കൈയൂന്നിക്കൊണ്ട് ചോദിച്ചു. ഒരു നിമിഷം സെബാസ്റ്റ്യനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ ഡൊമിനിക്കും പിള്ളേരും അയാളെ തന്നെ നോക്കി നിന്നു. എടോ ഇച്ചായ, താനൊരാൾ കാരണ ഇവരെല്ലാവരും ഇങ്ങനെ കിടക്കുന്നു. വർക്കി സെബാസ്റ്റ്യനെ മുഖത്തോക്കി പറഞ്ഞു. അയാൾ ഞെട്ടിക്കൊണ്ട് വർക്കിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനോ? അതെ, താൻ തന്നെ. ഇന്നലെ നമ്മൾ ആ പെണ്ണിനെ പോക്കാൻ വേണ്ടി പറഞ്ഞില്ലായിരുന്നോ ഇവന്മാരോട്? അവിടെ കൂടെ ഉണ്ടായിരുന്നവനാ ഇവന്മാരുടെ ഈ അവസ്ഥ കാരണം. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞ്? സെബാസ്റ്റ്യൻ ഞെട്ടിക്കൊണ്ട് വർക്കിയോട് ചോദിച്ചു. ആ അറ്റത്ത് കിടക്കുന്നവന് മാത്രം സംസാരിക്കാം. അവൻ അതിനോട് ഇതെല്ലാം പറഞ്ഞു. ബാക്കിയുള്ള എല്ലാവരുടെയും തലയും കഴുത്തും കവിളൊന്നും അനക്കാൻ പറ്റില്ല. ആ പിന്നെ ഇച്ചായ, ഞാനേ വീട് പിടിക്കാം, എന്നെ ഇനി ഇതിലേക്ക് പ്രതീക്ഷിക്കണ്ട. ഇത്രയും പറഞ്ഞ് വർക്കി അയാളെ നോക്കി കൈകൂപ്പിയോട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എടാ വർക്കി, ഒന്ന് നിൽക്കടാ, നിൽക്ക്. സെബാസ്റ്റ്യൻ വർക്കിയെ വിളിച്ചെങ്കിലും അവനത് കേൾക്കാത്ത പോലെ വേഗം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും രാഘവ് സാറിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാം. ഉടഞ്ഞ് ഇഞ്ചപ്പരുമായി കിടക്കുന്ന ഡൊമിനിക്കയും പിള്ളേരെയും നോക്കിക്കൊണ്ട് സെബാസ്റ്റ്യൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രാവിലെ ഉണർന്നപ്പോൾ തൊട്ട് മിത്രക്ക് വല്ലാത്തൊരു ഉന്മേഷമായിരുന്നു. അതിന്റെ കാരണം മാത്രം മനസ്സിലായില്ല. രുദ്രന്റെ ടീഷർട്ട് അവൾക്ക് വലിപ്പം കൂടുതലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് തെന്നി ഷോൾഡറിൽ നിന്ന് അകന്നു പോകുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് അവൾ അത് കയറ്റിയിടാനും ശ്രമിക്കുന്നുണ്ട്. രുദ്രനെ നോക്കിയപ്പോൾ അവിടെയൊന്നും കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ മിത്ര ഓടിപ്പോയി ബാത്റൂമിൽ കയറി ഒന്ന് കുളിച്ച് ഇന്നലെ ഉണങ്ങാനിട്ട ധാവണി എടുത്ത് ഉടുത്തു. രുദ്രൻ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത്. വരുമ്പോൾ അവൻ്റെ കയ്യിൽ രാവിലെ മിത്ര കഴിക്കാനുള്ള ഭക്ഷണവും ഉണ്ടായിരുന്നു. മിത്രയെ നോക്കി അവൾക്കുള്ള ഭക്ഷണം മേശയുടെ മേൽ വെച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി. പക്ഷേ പിന്നീട് പുറത്തേക്ക് തന്നെ വന്ന് മിത്രയെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. വേഗം കഴിച്ചോ, നമുക്ക് ഇറങ്ങേണ്ട സമയമായി. ഗൗരവത്തിൽ അവളുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് അവൻ വീണ്ടും അകത്തേക്ക് തന്നെ പോയി. താറിൽ വീണ്ടും വനത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ മിത്ര ചുറ്റുപാടും നോക്കി കാണുകയായിരുന്നു. ഭയമുണ്ടോ വനത്തിൽ കയറാൻ? പെട്ടെന്നുള്ള ചോദ്യത്തിൽ മിത്രയൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല. അവനോട് അങ്ങനെ പറഞ്ഞെങ്കിലും മിത്രയ്ക്ക് നന്നായി ഭയമുണ്ടായിരുന്നു. എങ്കിലും രുദ്രൻ കൂടെയുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു അവളിൽ മുന്നിട്ട് നിന്നത്. അവരുടെ താറ് വന്നിരുന്നത് ഒരു ആദിവാസി ഊരിൻ്റെ മുമ്പിലായിരുന്നു. രണ്ടുപേരും ഇറങ്ങിയതും കണ്ടു തങ്ങളെ തന്നെ കാത്തിൽക്കുന്ന മൂപ്പനെയും കൂട്ടരെയും. രുദ്രനെ കണ്ടതും മൂപ്പൻ കൈകൂപ്പി അവനെ വണങ്ങി. തമ്പ്ര, നേരം വൈകിയോ? ആ, അല്പം നേരം വൈകിപ്പോയി. മൂപ്പ, എന്ന് വൈകണ്ട, നമുക്ക് ആടെ ഇറാം അല്ലേ? രുദ്രൻ തന്റെ മുമ്പിലായി കാണുന്ന ആ നിബിഡ വനത്തിലേക്ക് നോക്കിക്കൊണ്ട് മൂപ്പനോട് ചോദിച്ചു. ഉവ്വ് തമ്പ്ര, അതിനു മുന്നേ ഞങ്ങളുടെ കുലസ്വാമി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വണങ്ങി വേണം ഈ കാട് കയറാൻ. അതിനെന്താ മൂപ്പ, ആവാലോ. അത്രയും പറഞ്ഞതും മിത്രയും നോക്കി. അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ രുദ്രനും മിത്രയും അവരുടെ കുലദൈവമായ കാളിയമ്മയുടെ മുമ്പിൽ വന്നിന്ന് തൊഴുത് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. തമ്പ്ര, ഇവര് നിങ്ങളുടെ കൂടെ വഴികാട്ടിയായി വരുന്നതായിരിക്കും. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ദേവി നിങ്ങൾക്ക് തുണയായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. എങ്കിലും ശ്രദ്ധിക്കണം, വന്യമൃഗങ്ങൾ കൂടുതലുള്ള ഇടാ. ഇവര് പറയുന്ന വഴിയിലൂടെ മാത്രമേ അവിടേക്ക് പോവാൻ പാടുള്ളൂ. ഒരു മുന്നറിയിപ്പ് പോലെ മൂപ്പൻ രുദ്രനോട് പറഞ്ഞു. മൂപ്പൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് രുദ്രൻ നോക്കിയപ്പോൾ കണ്ടു തങ്ങൾക്കായി മൂപ്പൻ നിയോഗിച്ച 4 ആദിവാസി യുവാക്കളെ. അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് രുദ്രൻ നടന്നു. അവർക്ക് മുന്നേയായി അവരും നടന്ന് നീങ്ങിയിരുന്നു. കാടിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ മിത്രക്ക് മനസ്സിലായി വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടെന്ന്. മുകളിലേക്ക് നോക്കി കാടിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് മിത്ര നടന്നു. പെട്ടെന്നാണ് ഒരു വള്ളിയിൽ തട്ടി അവൾ മലർന്നടിച്ച് വീഴാൻ പോയത്. അതിനു മുന്നേ തന്നെ രുദ്രന്റെ കൈ അവളുടെ നഗ്നമായ ഇടുപ്പിലേക്ക് ചേർന്നിരുന്നു. സൂക്ഷിച്ച്.
രുദ്രൻ മിത്രയുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ മിത്ര അതിനും തലയാട്ടിക്കൊണ്ട് വീണ്ടും നടക്കാനൊരുങ്ങിയതും രുദ്രൻ വേഗം അവളുടെ വലത് കൈയിൽ തൻ്റെ ഇടത് കൈ ചേർത്ത് പിടിച്ചു. ഒരു നിമിഷം മിത്ര രുദ്രൻ പിടിച്ച തൻ്റെ കൈയിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. എവിടെ അവനതൊന്നും ശ്രദ്ധിക്കാതെ മുമ്പോട്ടേക്ക് നടക്കുകയാണ്. പിന്നെ മിത്ര ഒന്നും കാര്യാക്കിയില്ല. പെട്ടെന്നാണ് കാട്ടാനയുടെ അലർച്ച എവിടുന്നോ കേട്ടത്. കാട്ടാനയുടെ അലർച്ച ശബ്ദം താങ്കൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് അടുത്തടുത്ത് വരുന്നത് കണ്ടതും മിത്ര പേടിച്ചറിയാതെ രുദ്രനെ കെട്ടിപ്പുണർന്നുകൊണ്ട് നിന്നുപോയി. അപ്പോഴേ രുദ്രന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. മിത്രയ്ക്ക് വല്ലാത്ത ഭയം തോന്നി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ മുഖം രുദ്രന്റെ ഇടനെഞ്ചിലേക്കായി ചേർത്ത് വെച്ച് അവനെ ഇറുകെ കെട്ടിപ്പുണർന്നു നിന്നു മിത്ര. ഭയം കൊണ്ട് അവിടെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ഇടതുവശത്തേക്ക് നോക്കിയപ്പോൾ കണ്ട് ഒരു കാട്ടാന മതമിളകിയതുപോലെ തങ്ങളുടെ അടുത്തേക്ക് ഓടി അടുക്കുന്നത്. കാട്ടാനയെ കണ്ടതും കൂട്ടത്തിൽ വന്ന 4 ആദിവാസി യുവാക്കളും ചിതറി ഓടി. സത്യത്തിൽ അവർ തങ്ങളുടെ കൂടെയുള്ള രുദ്രനെയും മിത്രയും മറന്നുപോയിരുന്നു. താൻ നിൽക്കുന്ന ഭാഗത്തേക്കാണ് കാട്ടാന വരുന്നതെന്ന് മനസ്സിലായതും രുദ്രൻ മിത്രയെ മുറുകെ പിടിച്ചുകൊണ്ട് തൊട്ടടുത്തായി കാണുന്ന വലിയൊരു മരത്തിന്റെ പൊത്തുള്ള ഭാഗത്തേക്ക് കയറി നിന്നു. സത്യത്തിൽ മിത്ര ആദ്യമൊന്ന് ഭയന്നു പോയിരുന്നു. പക്ഷെ ഒരു പൂന്നുള്ളുന്ന ലാഘവത്തോടെയാണ് രുദ്രൻ മിത്രയെ തന്റെ കൈക്കുള്ളിലാക്കി ചേർത്ത് പിടിച്ച് അവളെയും വലിച്ചുകൊണ്ട് തൊട്ടടുത്ത മരത്തിന്റെ പൊത്തിന്റെ ഭാഗത്തേക്ക് കയറി നിന്നത്. കാട്ടാനെ തങ്ങളുടെ തൊട്ടു മുമ്പിലായി കണ്ടതും മിത്രക്ക് ശ്വാസം വിലങ്ങിയതുപോലെയായി. പെട്ടെന്നാണ് ആരുടെ അലർച്ച കേട്ടത്. തങ്ങളുടെ കൂടെ വന്നവരിൽ ആരോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് രുദ്രന് മനസ്സിലായി. ഈ സമയം കാട്ടാന അവർ നിൽക്കുന്ന മരത്തിന്റെ നേരെ മുമ്പിലായിട്ടാണ് നിൽക്കുന്നത്. മൂർച്ചയേറിയ ആനയുടെ കൊമ്പിന്മേൽ കാണുന്ന രക്തകറ കണ്ടതും മിത്ര പേടിച്ചലറാൻ തുടങ്ങിയ അതേ സമയം തന്നെയാണ് രുദ്രൻ തന്റെ കൈ കൊണ്ട് അവിടെ വായ പൊത്തിപ്പിടിച്ചത്. ശബ്ദം ഉണ്ടാക്കരുത് മിത്ര, ശബ്ദം ഉണ്ടാക്കി അതിന്റെ ശ്രദ്ധ നമ്മുടെ ഭാഗത്തേക്കാവും. രുദ്രൻ മിത്രയുടെ ചെവിയിലായി പതിയെ പറഞ്ഞു. അപ്പോഴും മിത്രയുടെ കണ്ണിൽ ആ രക്തം പുരണ്ട കാട്ടാനയുടെ കൊമ്പുകളിൽ തന്നെയായിരുന്നു. ഇനിയും അത് നോക്കിയേൽക്കാൻ ത്രാണില്ലാത്ത പോലെ മിത്ര വീണ്ടും തന്റെ മുഖം രുദ്രന്റെ ഇടനെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് നിന്നു. പിന്നീട് ഒരു മണിക്കൂറോളം അവിടെ തന്നെ ഇരുന്നതിന് ശേഷമാണ് ഇരുവരും പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയത്. രുദ്രൻ പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് മനസ്സിലാക്കിയ മിത്ര അവന്റെ കൈകളിലായി പിടിച്ചുകൊണ്ട് പറഞ്ഞു, രുദ്രേട്ട ഇപ്പൊ പുറത്തു പോകണം, എനിക്ക് പേടിയാവുന്നു. ഭയം കൊണ്ട് അവൾ ആകെ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് രുദ്രന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ മിത്രയോടായി പറഞ്ഞു, എത്ര നേരം എഴുതിയാ ഇവിടെ ഇരിക്കുക? നിന്നോട് ഞാൻ ചോദിച്ചല്ലേ വാൻതിരേക്കാരെന്ന് എനിക്ക് പേടിയുണ്ടോന്ന്, ഇപ്പൊ എന്തു പറ്റി? രുദ്രൻ അങ്ങനെ പറഞ്ഞു മിത്ര മുഖം വീർപ്പിച്ചുകൊണ്ട് രുദ്രനെ നോക്കി. ആ സമയം അവന്റെ കണ്ണുകളിൽ ഇതുവരെ കാണാത്തൊരു ഭാവമാണോ എന്ന് പോലും മിത്രക്ക് സംശയം തോന്നി. പക്ഷെ അധിക നേരം ആ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കാൻ മിത്രക്ക് സാധിച്ചില്ല. എന്തോ ഒരു തീക്ഷ്ണതയുണ്ടായിരുന്നു രുദ്രന്റെ കണ്ണുകളിൽ. അത് പിന്നെ ഞാൻ അല്ലി വേണ്ട, നടന്നു, ഞാൻ കൂടെ വരാം. എന്തുകൊണ്ടോ മിത്രയ്ക്ക് രുദ്രന്റെ മുമ്പിൽ തോറ്റെടുക്കാൻ ആദ്യമായിട്ട് തോന്നിയില്ല. ഈ സമയം മിത്രയുടെ സംസാരം കേട്ട് രുദ്രന്റെ ചൊടിയിൽ നേരിയൊരു പുഞ്ചിരി വിടർന്നു. അത് രണ്ടാമതൊരാൾക്ക് കാണാൻ കൂടി സാധിക്കില്ല, അത്രയും ചെറുത്. മിത്രയുടെ കൈ പിടിച്ച് രുദ്രൻ പുറത്തേക്ക് ഇറങ്ങിയതും കണ്ട് തങ്ങളെയും നോക്കി നിൽക്കുന്ന ആ ആദിവാസി യുവാക്കളെ. അയ്യോ! മിത്ര നോക്കുമ്പോൾ ഒരാളുടെ തുടയിൽ ആനയുടെ ആക്രമണത്തിൽ നല്ലൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. മിത്ര തന്റെ ധാവണിയുടെ തുമ്പ് വലിച്ചു കീറി ആ യുവാവിന്റെ മുറിവിലായി വരിഞ്ഞു കെട്ടി. മുന്നിൽ നിൽക്കുന്ന 4 പേരുടെയും മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും അവർ വല്ലാത്തൊരവസ്ഥയിലാണെന്ന്. അവരുടെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ രുദ്രൻ അവരോടായി പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, ക്ഷേത്രത്തിലേക്കോ ഞങ്ങൾ തനിച്ച് പോയിക്കോളാം. അയ്യോ തമ്പ്ര, അത് പിന്നെ അത് വേണോ? ഞങ്ങൾ വഴി കാണിക്കാൻ വേണ്ടി വന്നവരല്ലേ? കൂട്ടത്തിലൊരുവൻ രുദ്രനോടായി ചോദിച്ചു. അത് സാരമില്ല, നിങ്ങൾ ഇയാൾ അത്രയും പെട്ടെന്ന് കുടിയിലെത്തിക്കാൻ നോക്ക്, ഇപ്പൊ തന്നെ രക്തം ഒരുപാട് പോയിരിക്കുന്നു. രുദ്രന്റെ ഗാംഭീര്യമാർന്ന ആ മുഖത്തേക്ക് നോക്കി ഇനിയും പറ്റില്ലെന്ന് പറയാൻ ആ യുവാക്കൾക്ക് അല്പം ഭയം തോന്നി. അതുകൊണ്ട് തന്നെ അവന്റെ താല്പര്യപ്രകാരം ആ 4 യുവാക്കളും കാടിറങ്ങി തുടങ്ങി. വാ! മിത്ര നോക്കുമ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഇടത് കൈ മിത്രയ്ക്ക് നേരെ നീട്ടിയിരിക്കുകയാണ് രുദ്രൻ. അവനെ നോക്കിക്കൊണ്ട് തന്നെ മിത്ര തന്റെ വലത് കൈ അവന്റെ ഇടത് കൈയിലേക്ക് ചേർത്ത് വെച്ച് രണ്ടുപേരുടെയും കണ്ണുകൾ ഒരു നിമിഷം പരസ്പരം കോർത്തു. പിന്നീട് വേഗം തന്നെ നോട്ടം മാറ്റിക്കൊണ്ട് ഇരുവരും കാട് കയറാൻ തുടങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.